ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഏറെ വ്യത്യസ്തമാകുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയാണ് ഇന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങളെക്കാൾ ഉപരിയായിട്ട് ടി വി ന്യൂസുകളെക്കാളൊക്കെ ഉപരിയായിട്ട് ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ഏറ്റവും വേഗത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നത്. അത് പരമാവധി നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്, വിനിയോഗിക്കാറുമുണ്ട്. ഞാൻ അതുകൊണ്ടാണല്ലോ ഇത് വിനിയോഗിക്കുന്നത്. അപ്പം ഏറ്റവും ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ജനങ്ങൾ അത് വളരെ 100% അത് ഉപയോഗിക്കുവാൻ തുടങ്ങി. ആ ഉപയോഗിക്കുന്ന വിധങ്ങൾ അല്പം നല്ലതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ അത് നല്ലതിനേക്കാൾ ഉപരിയായിട്ട് വൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നവുമായി മാറാറുണ്ട്. അല്ലേ? ശരിയല്ലേ? അതാണ് എൻ്റെ വിഷയമെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പാർലമെൻറ്റും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒത്തിരി വിവാദങ്ങളായ വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായി, ഒത്തിരി ട്രോളുകളുണ്ടായി. അതുപോലെ പല വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുകയും അതിലൊക്കെ അത് കണ്ടൊക്കെ ചിരിക്കുകയും അത് കണ്ട് ചില സ്ഥലത്ത് നമ്മളത് കണ്ട് ചില വാർത്തകൾ കണ്ട് പരിതാപപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ വഴി വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയുന്നതല്ല, ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ ഒരു MP ആണല്ലോ നമ്മുടെ സുരേഷ് ഗോപി. കേരളത്തിൽ ആദ്യമായി താമര വിരിയുന്നു എന്നുള്ളത് പ്രധാനമാണ്, ഒരു പ്രധാന ചർച്ച വിഷയമായി മാറുകയും ചെയ്തു. മുന്നണി രാഷ്ട്രീയക്കാർക്കും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ വിമർശകർക്കും ഒക്കെ വലിയൊരു സബ്ജക്റ്റ് ആയിരുന്നു സുരേഷ് ഗോപിയുടെ MP സ്ഥാനം എന്ന് പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപി അത് 2ാം തവണ താൻ നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിന് വേണ്ടി, ഈ തൃശ്ശൂരിന് വേണ്ടി താൻ തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ വേണ്ടി പോകുന്ന സമയത്താണ് സുരേഷ് ഗോപിയെ ട്രോളിക്കൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി. സുരേഷ് ഗോപി എന്ന് മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും ഏതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ അവർക്കെതിരെ എല്ലാം സോഷ്യൽ മീഡിയ ഇതുപോലുള്ള അല്ലെങ്കിൽ ട്രോളാറുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ട്രോൾ ചെയ്ത് വേറെ വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയുടെ ആ ഭാഗത്ത് കാണുമ്പോൾ മനസ്സിലാവും. സുരേഷ് ഗോപി നമ്മുടെ ഭാരതം നിലനിൽക്കുന്ന, നമ്മുടെ നാട് നിലനിൽക്കുന്നത് തന്നെ മതസൗഹാർദ്ദം ഉള്ളത് കൊണ്ട് മാത്രമാണ്. മതസൗഹാർദ്ദം എവിടെ തകരുന്നു അവിടെ പ്രശ്നങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ആ വ്യക്തി സുരേഷ് ഗോപിയെ ട്രോളിയ വിധം അത്ര ശരിയായ നടപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഏത് മതത്തിൽ ജീവിക്കുന്നവനായിക്കോട്ടെ, എങ്കിൽ പോലും നമ്മളൊരു പൗരനാണ്, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ ട്രോളിയ ആ സബ്ജക്റ്റ് ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തുദേവന്റെ മുഖം അല്ലെങ്കിൽ ക്രിസ്തുദേവന്റെ രൂപത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ആനിമേഷൻ ചെയ്യുകയും അല്ലെങ്കിൽ മുഖമാക്കി മാറ്റുകയും അങ്ങനെ സുരേഷ് ഗോപിനെ ക്രിസ്തുവിനെ കൊണ്ട് ഉപമിക്കുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. അതിൻ്റെ ഉദ്ദേശം എത്രത്തോളം ഉണ്ട്, ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്താ പോലും കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖഭാവം സുരേഷ് ഗോപിയാക്കി മാറ്റാൻ അദ്ദേഹം ഒരു കലാകാരൻ തന്നെയുണ്ടോ, നല്ലൊരു കലാകാരൻ തന്നെ അദ്ദേഹം. എങ്കിൽ പോലും അത് തീർച്ചയായും തെറ്റാന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നമ്മൾ ക്രിസ്തുവിനെയും കൃഷ്ണനെയും നബിയെയും ബുദ്ധനെയും എല്ലാം നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പ്രായം മുതലേ നമ്മുടെ മനസ്സിൽ കയറി വന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ദൈവങ്ങളാണ്. ഇവർ കൃഷ്ണനായാലും ക്രിസ്തുവായാലും നബിയായാലും ബുദ്ധനായാലും നമ്മുടെ ചെറുപ്രായം മുതൽ ആദ്യാക്ഷരം പഠിച്ച് കയറി വരുമ്പോൾ മുതൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം കാണുന്ന ഞാൻ എൻ്റെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൊച്ച് ഇങ്ങനെ ഞങ്ങൾ പള്ളി കണ്ടു കഴിഞ്ഞാൽ കുരിശ് വരയ്ക്കുകയും അതുപോലെ അമ്പലം കണ്ടു കഴിഞ്ഞാൽ തൊഴാറുമുണ്ട്. കാരണം എന്താണ്? ഇതെല്ലാം നമ്മളെ പുതിയ തലമുറകൾ കണ്ടുപഠിക്കാൻ വേണ്ടിയാണ്. നമ്മളെ ഒരു പൗരനായി കഴിഞ്ഞാൽ അവനെ സ്വീകരിക്കാം, ഞാൻ ഏത് മതത്തെ സ്വീകരിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം, ഇത് ദൈവമാണ്, അല്ലെങ്കിൽ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് എല്ലാവരും മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത് എന്ന് പറയാം. അവിടെ
വിള്ളൽ സംഭവിച്ചാൽ പരസ്പരം കാണുന്നവർ അല്ലെങ്കിൽ ഇന്ന് കാണുന്നവരും നാളെ കാണുന്നവരും തമ്മിൽ പരസ്പരം വലിയ കലാപങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുമാതിരി വൃത്തികെട്ട പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് അത് ഗുണമല്ല, അത് ദോഷമായിട്ട് മാത്രമേ മാറത്തുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ തന്നെ ആ വ്യക്തി അങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് വഴി ചെയ്തുവെങ്കിലും ചില നിമിഷങ്ങൾക്കകം അത് പിൻവലിച്ചിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത്? കാണേണ്ടവരെല്ലാം അത് കണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ടും സേവ് ചെയ്തെടുക്കുകയും ചെയ്തു. ആ വ്യക്തിയുടെ പ്രൊഫൈൽ വരെ ചെക്ക് ചെയ്ത് ആളുകൾ അദ്ദേഹത്തിനെ വളരെ ഹീനമായ രീതിയിൽ ആക്ഷേപിക്കുകയും ആവശ്യമില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ച് ചീത്തയൊക്കെ വിളിക്കുന്ന കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടോ. അത് സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളാകിലും അങ്ങനെ പ്രതികരിക്കും. നിങ്ങളൊരു ഹിന്ദുവായിരുന്നിരിക്കട്ടെ, കൃഷ്ണനെ വേറൊരു രൂപത്തിൽ ആക്കി നിങ്ങൾ പ്രതികരിക്കും. നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ക്രിസ്തുവിനെ അങ്ങനെ ഒരു ട്രോൾ ചെയ്യാൻ അതും ഒരു വിഷയമായി. മുസൽമാനി ആയിക്കോട്ടെ, അവരുടെ മതത്തെ അവഗണിച്ചു കഴിഞ്ഞാൽ അവരും പ്രതികരിക്കും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ആ പോസ്റ്റ് ഇടുമ്പോൾ ഇത് എത്രത്തോളം ആളുകളിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്, എത്രത്തോളം ഈ ഞാൻ ചെയ്യുന്ന പോസ്റ്റിന് ഇത്രത്തോളം ഒരു വിഷമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള പ്രതികരണങ്ങൾ തൻ്റെ കുടുംബത്തെ പോലും അത് ബാധിക്കും, തൻ്റെ മക്കളെ പോലും അത് ബാധിക്കും, തൻ്റെ അമ്മയും അച്ഛനെയും തൻ്റെ ബന്ധുക്കളെ എല്ലാം ബാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇങ്ങനെ മതധ്രുവീകരണം അല്ലെങ്കിൽ മതത്തെ അവഹേളിക്കുക എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയത്തില്ല. അത് നിയമപരമായിട്ടും അതിന് വകുപ്പുകളുണ്ട്, അദ്ദേഹത്തെ ശിക്ഷിക്കുവാനുള്ള വകുപ്പുകളുണ്ട്. അതിനുള്ള ആക്ട് നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട്. ഒരാൾ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് വലിയൊരു ഗുരുതരമാകുന്ന ഒരു വീഴ്ച സംഭവിച്ചു എന്ന് കോടതി കണ്ടാൽ അദ്ദേഹം ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. അപ്പം ചെറിയൊരു പോസ്റ്റ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ട്രോൾ ചെയ്തായിരിക്കും, ചിലപ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും നമ്മൾ ട്രോൾ ചെയ്ത്, അദ്ദേഹത്തിനെ കളിയാക്കിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രശംസിച്ചോ ആയിരിക്കും നമ്മളൊരു പോസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷേങ്കിൽ അത് സമൂഹത്തിൽ എത്രത്തോളം വ്യാപിക്കുന്നുണ്ടെന്ന് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുകൊണ്ട് എന്നും നാം മനസ്സിലാക്കി വേണം ഓരോ പോസ്റ്റുകളും ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് ആ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശം അദ്ദേഹത്തെ അവഗണിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഇത് തെറ്റാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെയുള്ള കൃഷ്ണനെയും ക്രിസ്തുവിനെയും നബിയെയും അതുപോലെ ബുദ്ധനെയും ഒക്കെ നമ്മൾ അവഹേളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മുടെ നാടിൻ്റെ മനസ്സ് മരവിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരുമെന്നോ യാതൊരു തർക്കവുമില്ല. അങ്ങനെ കാണിച്ചവർ ഏത് മതത്തിൽ ഉള്ളവരായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും അത് വളരെ ഗുരുതരമാകുന്ന തെറ്റാണ്. അത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നവർ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല സ്വാധീനം ചെലുത്തുന്ന ഈ വിഷയം ഒരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ടാക്കുവാൻ, ഒരു കലാപമുണ്ടാക്കുവാൻ, അല്ലെങ്കിൽ പരസ്പരം തമ്മിത്തല്ലുവാൻ, പരസ്പരം സ്പർദ്ധയുണ്ടാകുവാൻ ഒരു ചെറിയൊരു പോസ്റ്റോ ചെറിയൊരു സെന്റൻസോ മതി. അതൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്ക് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ ആരെയും വേദനിപ്പിക്കാത്തതും, എന്നാൽ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പേഴ്സണലായിട്ട് അയക്കുക, അല്ല സോഷ്യൽ മീഡിയ വഴി ഇടുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വരും. ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ എൻ്റെ പോസ്റ്റ് ഞാനിങ്ങനെ സംസാരിക്കുകയും ഞാൻ ഈ വീഡിയോ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാ ഇപ്പോൾ ആൾക്കാരൊന്നും കാണാത്ത ചാനലായതുകൊണ്ട് കുഴപ്പമില്ല, കാണുന്ന സമയത്ത് താൻ എന്തുവാണോ കാണിച്ചത് എന്ന് ചോദിച്ചേക്കാം. താനും അതേ പോസ്റ്റല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്, അദ്ദേഹത്തെ നമ്മൾ സമൂഹത്തിൻ്റെ മുൻപിൽ കാണിക്കണം, ഇതൊരു മാതൃകയായിരിക്കണം, ഇങ്ങനെ ഒരു ചെയ്യുവാൻ പാടില്ല എന്ന്, ഇങ്ങനെ അത് സമൂഹത്തിന് വലിയ വിപത്തുകൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ ജനസമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പ്രതികരണങ്ങൾ സമ്മിശ്രമായിരിക്കും. അങ്ങനെയുള്ള നിലപാടുകൾ ഞാൻ എൻ്റെ നാവിൽ നിന്ന് ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും നമ്മുടെ ബഹുദൈവ വിശ്വാസികളാണ് നമ്മൾ, മതവിശ്വാസികളാണ് നമ്മൾ, ബഹുരാഷ്ട്ര വിശ്വാസികളാണ് നമ്മൾ. രാഷ്ട്രീയത്തെയും ഇപ്പം ഏറ്റവും കൂടുതൽ കലാപങ്ങൾ സൃഷ്ടിക്കുവാൻ പറ്റിയത് സമൂഹത്തിൽ
രാഷ്ട്രീയ സ്പർദ്ധയും അതുപോലെ മതസ്പർദ്ധയും ആണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കില്ല. അതുകൊണ്ട് നമ്മൾ ആരാധിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ പണ്ട് ഒരു പഴമൊഴിയുണ്ട്, നമ്മുടെ കൊച്ചുകാലം മുതൽ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കുവാൻ പാടില്ല എന്നൊരു പഴമൊഴിയുണ്ട്. അത് 100% ശരിയാണ്. നമ്മുടെ കൂടെ, എൻ്റെ കൂടെ ഹിന്ദുവോ ക്രിസ്ത്യാനോ മുസ്ലിമാനോ ഒക്കെ നമ്മൾ പരസ്പരം എല്ലാവരും കൂട്ടുകാരായിരിക്കും. അവരുടെ ഇടയിൽ ഒരു ചെറിയ തരി വീണാൽ മതി, ആ സൗഹൃദം നഷ്ടമാകും, ആ കുടുംബ ബന്ധങ്ങൾ നഷ്ടമാകും, ആ സമൂഹത്തുള്ള ആ ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള ആ ഐക്യം നിലച്ചു പോവുകയും പിന്നെ അത് വലിയ കലാപത്തിലേക്ക് വരികയും ചെയ്യും. അതൊന്നും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ വ്യക്തി കാണിച്ചത് വളരെ തെറ്റാണ്. അതിന് വേറെയും വാക്കുകൾ എൻ്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് നൂറുകണക്കിന് ആളുകൾ അത് പറയുകയും ചെയ്യുന്നു. കാരണം അങ്ങനെയുള്ള നികൃഷ്ട ബുദ്ധിയോടുകൂടി ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. അവരുടെ പ്രൊഫൈൽ പോലും നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല. അവരിടുന്ന പോസ്റ്റുകൾ വരെ നമ്മൾ നിരസിച്ച് കളയണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള മതസ്പർദ്ധകളെ വളർത്തുന്ന പോസ്റ്റുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. രാഷ്ട്രീയ സ്പർദ്ധ വളർത്തുന്ന വിഷയങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യട്ടെ, വിമർശിക്കാം, പക്ഷേ അത് ആരെയും സമൂഹത്തിൽ അത് ഒരു വൻ പ്രശ്നമാക്കുന്ന രീതിയിൽ, വലിയ വിഷയമാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഈ വീഡിയോയിൽ കൂടെ അറിയിക്കാനുള്ളത്. എന്തായാലും ഇനി അദ്ദേഹം അങ്ങനെയൊരു പ്രശ്നവുമായി മുൻപോട്ട് വരത്തില്ല. ഇങ്ങനെയൊരു സബ്ജക്റ്റ് എടുത്ത് ആരെയും അവഹേളിക്കുവാനോ ആരെയും തരം താഴ്ത്തുവാനോ ശ്രമിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായി നിങ്ങൾ എന്നോട് സമക്ഷം ക്ഷമിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനൊരു പുതിയൊരു ആളായതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിക്കാം. അതും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.